പക്ഷെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ സ്പീഡ് എങ്ങനെയാണ് തോന്നിയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വോയിസ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, ഇതില് ചാറ്റിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇതില് ആദ്യമായിട്ട് പഠിക്കുന്ന, ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ക്ലാസ് എടുക്കാറ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എത്ര പേര് ഇതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഇതുവരെ എവിടെയും കോച്ചിങ്ങിന് പോവുകയോ ഒന്നും ചെയ്യാതെ ഫസ്റ്റ് ടൈം ആണ് ഞാനൊരു PSCക്ക് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള എത്ര പേരുണ്ട്? അപ്പൊ ഒരുവിധം എല്ലാവരും, കുറെ അധികം പേരെങ്കിലും ഫസ്റ്റ് ടൈം ആണ് അല്ലെ PSCക്ക് ഇതുവരെ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊന്നും പോവാതെ ഫസ്റ്റ് ടൈം ആയിട്ട് കേൾക്കുന്നതായിരിക്കും. മോഡേൺ ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു അതായത് ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ PSCയുടെ സിലബസില് അത്യാവശ്യം വളരെ വലിയ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത്യാവശ്യം നല്ല നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളതിൽ നിന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വൈഫൈ ക്ലിയർ ആണ്, വൈഫൈ ഒക്കെയാണ്, ഞാനിവിടെ വൈഫൈയിലാണ്. അവിടുത്തെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ബാക്കി എല്ലാവർക്കും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് കട്ട് ആവുന്നുണ്ടോ ആർക്കെങ്കിലും? ഒരാൾക്ക് മാത്രമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ചിലർക്ക് ക്ലിയർ ആണ്. ഒന്നും കൂടി നോക്കി ഒന്ന് നിങ്ങള് ഇറങ്ങിയിട്ട് കയറി നോക്കും. കാരണം ഓൾറെഡി 30 പാർട്ടിസിപ്പൻസ് ഉണ്ട്. നമുക്കൊരു 30-ൽ കൂടുതലായിട്ട് സൂമിന്റെ കുഴപ്പമുള്ള പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ഒരു 38 ഉണ്ടെന്നുണ്ടെങ്കിലേ ചിലപ്പോ ഫസ്റ്റ് കയറിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇടയിൽ വരുമ്പോ ഒരു കട്ടാവലൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണോന്ന് അറിയില്ല. സൗണ്ട് കുറവാണോ? വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വെയിറ്റ് ചെയ്യുക ഒരു മിനിറ്റ്.
ഓക്കെ, ഇപ്പൊ കേൾക്കണുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ വോയിസ് ഇല്ലേ? സൗണ്ട് അത്യാവശ്യം നല്ല വോയിസ് ആയിട്ടില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് തുടങ്ങുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. അതില് നമ്മുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഇപ്പൊ 10th ലെവലാണെങ്കിലും എന്തായാലും ആദ്യം കിടക്കുന്നത് 1857 റിവോൾട്ട് തൊട്ടാണ്. അതായത് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ തൊട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ തൊട്ടല്ല നമുക്ക് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് കുറച്ചധികം വേറെ പോർഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഗവർണർ ജനറൽമാരെ കുറിച്ചിട്ടും വൈസ്രോയികളെ കുറിച്ചിട്ടും അങ്ങനെ കുറച്ചധികം ടോപ്പിക്സ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് കളഞ്ഞിട്ട് നമ്മൾ ആദ്യം 1857 റിവോൾട്ട് പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് 10th ലെവൽ എക്സാം ആണെങ്കിലും 12th ലെവൽ എക്സാം ആണെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വലിയ വേസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇതിങ്ങനെ വോളിയം ബൈ വോളിയം ആയിട്ട് വായിച്ചു പോകേണ്ടി വരുന്ന ഒരു സംഭവമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ വളരെയധികം ഉണ്ട്. ഇപ്പോ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ UPSC ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് UPSC ലെവലിൽ അവർ പഠിക്കുന്ന ഒരു പുസ്തകമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു 1000-900 പേജ് അത്രയ്ക്ക് കട്ടിയുള്ള ഒരു പുസ്തകമൊക്കെയാണ്. അതിന്റെയൊക്കെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി മാത്രമായിട്ട് ഹിസ്റ്ററിയിലെ ഒരു 2 മാർക്ക് ടോപ്പിക്കിന് വേണ്ടി നമ്മൾ 900 പേജ് ബുക്ക് വായിക്കേണ്ട ഗതികേടാണ്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും നല്ലത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പിക്ക് ചെയ്ത്, അതായത് ഈ എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് ചോദിച്ച് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അത്തരം ക്വസ്റ്റ്യൻസ് ഓക്കെ, അത്തരം ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ച് വരുന്ന കാരണം ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് എടുത്ത് സെലക്ട് ചെയ്തിട്ട് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിച്ചു പോവുക. ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതൊരു ഒഴുക്കം മട്ടിൽ ശരിക്കും ഒരു കഥ വായിച്ചു പോണ പോലെ വർഷം ഇയർ ബൈ ഇയർ ആയിട്ട് പഠിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പൊ ആ ഒരു ഇതില് കോട്ടം തട്ടാത്ത വിധത്തിൽ കുറച്ച് സെലക്ടഡ് ടോപ്പിക്സ് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും പരീക്ഷ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഹിസ്റ്ററിക്ക് വേണ്ടി മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടി വരും. ഒരു 5 മാർക്കിന്റെ ടോപ്പിക്കാണ്. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യം ഹിസ്റ്ററിക്ക് ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളില് ഓരോ ടോപ്പിക്കിനും കുറെ അധികം ടൈം കൊടുക്കാതെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ബിഗിനർ ആയിട്ട് വരുന്ന PSC സ്റ്റുഡൻസിന് ഏറ്റവും വലിയ പറ്റുന്ന അബദ്ധമാണ് വാരി വലിച്ചിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്. വാരി വലിച്ചിരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം നമ്മളെ എത്തില്ല, നമ്മളെ പഠിച്ച് തീരില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ PYQs റിപ്പീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും മാക്സിമം PYQs കളക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ഭാഗങ്ങളിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇന്ന ഭാഗങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു ഇത് കിട്ടുമ്പോ അങ്ങനെ നമ്മൾ നോക്കിയെടുത്ത് എടുക്കുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്ന PSC എക്സാമുകളിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അതായത് 2023-24 വർഷങ്ങളിൽ ഇപ്പൊ നടത്തിയിട്ടുള്ള ഏറ്റവും ജനറൽ PSC എക്സാംസ് നടത്തി കഴിഞ്ഞാൽ എന്തായാലും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലത്തെ 4 പേപ്പർ നടത്തണമെങ്കിൽ ഒരു പേപ്പറിലെങ്കിലും ഈ ഒരു 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് എന്നിട്ട് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് എന്ത് 1857 1857 നടന്നിട്ടുള്ള ഒരു ശിപ്പായി ലഹള എന്നൊക്കെ ബ്രിട്ടീഷുകാര് വിശേഷിപ്പിച്ച ഒരു റിവോൾട്ടാണ്, ഒരു കലാപം. കലാപം എന്ന് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതെന്ന് പറയുന്നത് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഒരു കലാപമല്ല. ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല എന്നല്ല, മെയിൻ ആയിട്ട് ഇതിന്റെ പുറകിൽ നിന്നിട്ട് നടന്നത് രാജാക്കന്മാരാണ്. അപ്പൊ എങ്ങനെയാണ് 1857 റിവോൾട്ട് ഉണ്ടായത്, അതിനുണ്ടായ കാരണങ്ങൾ ഇവിടുന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം.
അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ ഏകദേശം ഒരു 1500 1600 ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത് 1600. ഇതൊക്കെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ അവിടെ തൊട്ട് പഠിക്കും, അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ അവിടെയൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1600-കളിലാണ്, 1600-ലാണ്. അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവരിവിടെ എന്തിനാ വന്നത്? ശരിക്കും അവരെന്തിനാ വന്നത്? അവര് കച്ചവടം ചെയ്യാൻ വന്ന ആൾക്കാരാണ്, അല്ലെ? ഇവിടെ വന്ന ഏതൊരു വിദേശികളാണെങ്കിലും അവരെന്തിനാണ് നമ്മുടെ രാജ്യത്തോട്ട് വന്നത്? ഇവിടത്തെ എന്താ പറയാ, ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഒരു 1400-കളില് അല്ലെങ്കിൽ 1200 1500-കളുടെ ഒക്കെ കാലഘട്ടത്തിൽ, ഏത് 1500 കാലഘട്ടത്തിലൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സമ്പന്നമായിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു. ഇവിടെ ഉണ്ടാവണ എന്താ പറയാ അസംസ്കൃത വസ്തുക്കള് അത്രയധികം യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് എന്താ പറയാ അറബി നാട് വഴി, അന്ന് കരമാർഗമായിരുന്നു എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ എത്തിക്കുന്നുണ്ടാണ്. അങ്ങനെ എത്തിച്ചേർന്നിട്ട് അവർ ഈ അസംസ്കൃത വസ്തുക്കൾ വെച്ചിട്ടാണ് അവിടെ അവര് ഓരോ സംഭവങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പൊ ഈ അസംസ്കൃത വസ്തുക്കളുടെ ഏറ്റവും വലിയൊരു ശേഖരം ഇരുന്നിരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യലും, അപ്പൊ അതിനുള്ള മൂല്യം നമ്മുടെ കയ്യിൽ വരുമ്പോ ഇന്ത്യ എന്ന് പറയുന്നത് അത്ര വലിയൊരു സമ്പന്ന രാഷ്ട്രമായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഏത് ഇന്ത്യയാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ ഉള്ളിൽ ഏതൊക്കെ രാജ്യങ്ങൾ പെടും? പാകിസ്ഥാൻ പെടും, നമ്മുടെ ഇന്ത്യ പെടും, നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ്. ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്ന പ്ലസ് ഭൂട്ടാൻ, നേപ്പാൾ, ബർമ്മ, ഇവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ടാണ് അവരന്നത്തെ കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നുണ്ടാവുന്നത്. അല്ലാതെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നമ്മൾ വരയ്ക്കണ ആ ഒരു പിക്ചറിലുള്ള ഇന്ത്യ അല്ല. അത് നമുക്കറിയാം. നമ്മൾ എപ്പോഴും പറയും ഇന്ത്യനെ ഡിവൈഡ് ചെയ്തു, ഇന്ത്യ പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്തു. ഇന്ത്യനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാർ പോകുമ്പോ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് വീണ്ടും ഇന്ത്യനെ ആ ഒരു ഇത് വീണ്ടും വിഭജിക്കപ്പെട്ടിട്ടാണ് വേറൊരു രാജ്യമായിട്ടുണ്ടായി വന്നത്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. സത്യത്തില് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയും ചേർന്നതാണ് ഇപ്പൊ നമ്മൾ പറയുന്ന മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറയണ ഇന്ത്യ. അപ്പോ ഇവിടെ ആദ്യമായിട്ട് ഇവര് വന്ന് ഇവരിവിടെ കച്ചവടം ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ എന്തായിരുന്നു? ഇന്ത്യ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു ഇവിടെ? ഇല്ല. ആ സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു രാജ്യം ഇല്ല. അവര് ഒരു സിന്ധു നദി ഒഴുകുന്നതൊക്കെ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുള്ളത്. അന്നെന്ന് പറയുന്നത് ഇവിടെ ചെറിയ 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 കുറേ നാട്ടുരാജ്യങ്ങള്, അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ചെറിയ നാടുവാഴികൾ വെച്ചിരുന്ന ചെറിയ ചെറിയ പ്രദേശങ്ങളായിരുന്നു. ആകെ കൂടി കുറച്ച് മുഗൾ രാജാക്കന്മാര് കൈവശപ്പെടുത്തിയിരുന്ന കുറച്ച് ഭാഗം, പിന്നെ ഒരു മറാത്ത ദേശം ഉണ്ടായിരുന്നു. പിന്നെ മദ്രാസിന്റെ താഴത്തേക്ക് വരുമ്പോ നമ്മുടെ ഇവിടെ കേരളം തന്നെ ഡിവൈഡ് ചെയ്ത് അറിയാലോ. കോലത്തുനാട്, പിന്നെ സാമൂതിരിയുടെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു, കൊച്ചി രാജവംശം ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, തിരുവിതാംകൂറിന്റെ ഇടയിൽ തന്നെ അമ്പലപ്പുഴ രാജവംശം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ അധികം എന്താ പറയാ കേരളം തന്നെ ഒരു 5-8 കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടാണ്. അപ്പൊ ഇന്ത്യ എത്ര കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടാവും? മൊത്തത്തിൽ ഒരു 569-ലധികം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെ മൊത്തത്തിൽ കൂട്ടിച്ചേർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞത് നമ്മുടെ വിദേശികളാണ്. ബ്രിട്ടീഷുകാരെന്നും പറയാൻ പറ്റില്ല, വിദേശികളാണ്. അപ്പോ ഈ ഇന്ത്യ അപ്പൊ ഇവർക്ക് ഇവിടെ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇവിടെയുള്ള ആൾക്കാര് അങ്ങോട്ടേക്കും ഇങ്ങോട്ടും നല്ല ഭംഗിയിൽ തമ്മിൽ ആൾക്കാരാണ്. അതായത് ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് എന്താ പറയാ അത്യാധുനികമായിട്ടുള്ള ഇപ്പോ ഈ ബ്രിട്ടീഷുകാരെ പോലെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളൊന്നും കയ്യിലില്ല. അപ്പൊ ഇവരെ ഒരു സൈഡിൽ നിന്ന് നിന്നിട്ട് ഇപ്പൊ ഒരു സൈഡിൽ നമ്മൾ ഇവിടെ നിന്ന് ചാഞ്ഞു കൊടുത്ത് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ഥലം നമുക്ക് കൈയടക്കാം. അങ്ങനത്തെ ഒരു, അതായത് ഇവരെ രാഷ്ട്രീയത്തിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ, കച്ചവടത്തിലല്ല രാഷ്ട്രീയത്തിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ചധികം, അതായത് ഇപ്പൊ സംസ്കൃത വസ്തുക്കൾ നമുക്ക് കിട്ടണേക്കാളും വളരെയധികം വിലക്കുറവിൽ കിട്ടും. ഒരു കച്ചവട തന്ത്രമായിട്ടാണ് അവരിവിടെ രാഷ്ട്രീയ ആധിപത്യം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. അങ്ങനെ കേറി 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 1757 ഇന്ത്യയില് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ശരിക്കും ഈ ബ്രിട്ടീഷുകാരെ മെയിൻ നോട്ടം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശ് അടക്കം കിടക്കുന്ന നമ്മുടെ ബംഗാൾ എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു, ഒരു ഭൂപ്രദേശമായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ പ്ലസ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം പ്ലസ് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ബംഗാൾ എന്ന് പറഞ്ഞ ഒരു റീജിയൻ ആയിരുന്നു മെയിൻ ആയിട്ട് അവരുടെ നോട്ടം എന്ന് പറയുന്നത്. കാരണം അവിടെ എന്താ പ്രത്യേകത? ആ ബംഗാൾ എന്ന് പറഞ്ഞ റീജിയനിലെ പ്രത്യേകത, ഒന്നാമത്തെ കാര്യം ഗംഗ ബ്രഹ്മപുത്ര നദികള് ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ മണ്ണടിഞ്ഞു കൂടി ഏറ്റവും എന്താ പറയാ
പ്രദേശമാണ്. ഏറ്റവും നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണുള്ള സ്ഥലമാണ് അവിടെ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും തൊട്ടടുത്ത് എന്താണ് ബംഗാൾ ഉൾക്കടലുണ്ട്. കപ്പൽ വഴിയുള്ള വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ എല്ലാം കൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഇത് ബംഗാൾ. അപ്പൊ ഇവരുടെ എന്താ പറയാ കുറുക്കന്റെ കണ്ണ് പിടിക്കണം കോഴിക്കുട്ടിക്ക് തന്നെയെന്ന് പറഞ്ഞ പോലെ ഇവരെ കണ്ണ് നട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഇത് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പൊ 1757 അന്നത്തെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തില് ബംഗാളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി അഥവാ പ്ലാസി യുദ്ധം എന്ന് പറയും. 1757 ശരിക്കും ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്നാണ് പറയുന്നത്. 1757 പ്ലാസി യുദ്ധം. നമ്മൾ 1757 പ്ലാസി യുദ്ധം തൊട്ടാണ് ശരിക്കും പഠിച്ചു തുടങ്ങുക. പക്ഷെ 1757 പ്ലാസി യുദ്ധം ഇവിടെ പറയാൻ കാരണം അതിനുശേഷം കറക്റ്റ് 100 വർഷത്തിന് ശേഷം 1757 പ്ലാസി യുദ്ധത്തിന്റെ ശേഷം ഇവരിവിടെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ഒരു അടിത്തറ ഭാഗമാണ്. അവരിവിടെ ആധിപത്യം അവർ ഉറപ്പിക്കുകയാണ്. ബേസ് അങ്ങോട്ട് സെറ്റ് ചെയ്തു. എന്താ പറയാ ബേസ് അങ്ങോട്ട് ലെവൽ ചെയ്തു. നമ്മൾ തറ വീട് പണിയുമ്പോ തറ ആദ്യം കെട്ടി അത് കുറച്ച് നാൾ അങ്ങോട്ട് ഇതാക്കിയതില്ലേ. കാരണം ബേസ് സ്ട്രോങ് ആവണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള അതായത് ബ്രിട്ടീഷുകാരുടെ ബേസ് എന്ന് പറയുന്നത് ഈ പ്ലാസി യുദ്ധമാണ്. അതോടുകൂടി അവരവിടെ അടിത്തറ സ്ട്രോങ് ആക്കി. പിന്നെ അത് നമ്മൾ പണിത് പൊങ്ങുകയാണ്. അപ്പൊ ഈ കെട്ടിപ്പണിത് അല്ലെങ്കിൽ പൊന്തി വരുന്നത് എവിടേക്കാണ്? നമ്മുടെ നെഞ്ചത്തോട്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ കർഷകരുടെ നെഞ്ചത്തോട്ടൊക്കെയാണ് ഇവര് ഇതൊക്കെ. അതായത് അവര് ഇവിടെ കർഷകർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കണ വസ്തുക്കള് ഇവര് തുച്ഛമായ വിലക്ക് എവിടേക്ക് കയറ്റി വിടുകയാണ്? ബ്രിട്ടനിലോട്ട് കയറ്റി വിടുകയാണ്. അവർക്ക് ഒരു നിസ്സാര പൈസ കൊടുത്തിട്ട്. അപ്പൊ ഇവിടെ എന്താണ് അത്രയും സമ്പന്നമായിട്ട് കർഷകർ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് വളരെ സമ്പന്നരായിരുന്ന ആൾക്കാര് എന്തായി രാഷ്ട്രീയ പട്ടിണിയും ദാരിദ്ര്യം എന്ന് പറഞ്ഞ പോലെ ഇത് പോരാണ്ട് നികുതി അത് എന്ന് പറഞ്ഞിട്ട് 1757 ശേഷം കർഷകർക്കാണെങ്കിലും നെയ്ത്ത് അല്ലെ മറ്റെന്ത് കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും സാധാരണക്കാർക്കൊക്കെ ഇവരെ കൊണ്ട് പൊറുതിമുട്ടി തുടങ്ങി. കാരണം എന്താണ് ഇവര് കുറെ നികുതികള് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല. നെല്ല് കൃഷി ചെയ്തോളുന്ന സ്ഥലത്ത് നീലം കൃഷി ചെയ്യണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കർഷകരെ അങ്ങോട്ട് വലച്ചു തുടങ്ങിയ സമയമാണ്. അപ്പൊ അവർക്ക് ഏകദേശം ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ രാജാക്കന്മാർക്കും അത്ര നാള് മറ്റേ ആള് വീഴാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തുനിന്ന് ഉറ്റാനും സഹായിക്കാനൊക്കെ ഒരു നിന്നപ്പോ ഒരു ഇഷ്ടം ഉണ്ടാണെങ്കിലും ലാസ്റ്റ് അവനവന്റെ മെച്ചത്തേക്ക് വന്നു തുടങ്ങി. അപ്പൊ രാജാക്കന്മാർക്ക് അടക്കം എന്തായി ഇവരെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ഇത് നമുക്ക് പണി തരുന്നുണ്ട് തോന്നി തുടങ്ങിയ എന്താ പറയാ നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ എരിഞ്ഞ് അത് ഉള്ളിൽ ഇരുന്ന് ബോംബായിട്ട് പൊട്ടാന്ന് പറയില്ലേ. അങ്ങനെ പൊട്ടിയൊരു സമയമാണ് ഇവര് 100 വർഷത്തിന് ഇപ്പുറത്ത് 1757 ഉണ്ടായിട്ടുള്ള റിവോൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മുടെ വി.ഡി. സവർക്കർ ഒക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് എന്ത് 1757 റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സമരത്തിന് കുറച്ചധികം കാരണങ്ങളുണ്ട്. അപ്പൊ ഇതിന് ഒന്നാമത് എന്താണ് ജനങ്ങളിൽ ഉണ്ടായ ഈ കടുത്ത ശത്രുതാ മനോഭാവം തന്നെയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിനെയൊക്കെ 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ട് സാമൂഹികപരമായിട്ട് മതപരമായിട്ട് ഇങ്ങനെ 4 റീസൺസ് ആണ് നമുക്ക് ഇതിനെ. അതായത് മൊത്തത്തിൽ കുറെ റീസൺസ് ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ചുരുക്കി കൂട്ടിയിട്ട് 4 ഭാഗമായിട്ട് നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. അതിൽ ആദ്യത്തെയാണ് രാഷ്ട്രീയപരമായിട്ട്. അതായത് ഇവരിവിടെ ആധിപത്യം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്നിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഗവർണർ ജനറൽമാരെയും വൈസ്രോയിമാരെയൊക്കെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞൊരു സ്ഥാനം ഇവിടെ ആദ്യമായിട്ട് വരുന്നത് 1757 പ്ലാസി യുദ്ധത്തിന് ശേഷമാണ്. അതിനുശേഷം ആദ്യമായിട്ട് ഓരോ ഗവർണർ ജനറൽമാര് ഇവിടെ ഇന്ത്യയിൽ എന്താ പറയാ ചാർജ് എടുക്കലും അവര് അവരുടേതായ രീതിയിൽ കുറെ രാഷ്ട്രീയത്തില് കുറെ പുതിയ പുതിയ നിയമങ്ങള് ബ്രിട്ടനിൽ നിന്ന് അടിച്ചേൽപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ എന്താ പറയാ അറ്റം കണ്ടുവരുന്നത് എപ്പോഴാണ്? ഏറ്റവും അവസാനമൊക്കെ ആയപ്പോഴാണ് തീരെ സഹിക്കാൻ പറ്റാണ്ടായത്. അതിൽ ഒന്നാമതായിരുന്നു ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് 1848 നടന്നിട്ടുള്ള ദത്തവകാശ നിരോധന നിയമം. സത്യത്തിൽ അത് ജനങ്ങൾക്ക് നേരെ ഉണ്ടായ ഒരു ഇതൊന്നല്ല. ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ കുറെ നാട്ടുരാജാക്കന്മാർക്കാണ്. അതായത് നമ്മുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ തിരുവിതാംകൂർ അല്ലെങ്കിൽ ഏത് നാട്ടുരാജ്യമാണെങ്കിലും ആ നാട്ടുരാജ്യത്ത് അനന്തരാവകാശികൾ ഇല്ലാണ്ട് വരുമ്പോൾ അവർ അപ്പുറത്തെ നാടുകളിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കും. അല്ലെങ്കിൽ വേറൊരു കൊട്ടാരത്തിൽ നിന്ന്, അതായത് അപ്പുറത്തെ കൊട്ടാരത്തിൽ നിന്നായിരിക്കും
അല്ലെങ്കിൽ അപ്പുറത്തെ നാട്ടുരാജ്യത്തെ കൊട്ടാരത്തിൽ നിന്നായിരിക്കും രണ്ട് കുട്ടികളെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധം വഴിക്കുള്ള ഏതെങ്കിലും നാട്ടുരാജ്യത്തെ കുട്ടികളെ ദത്തെടുത്തിട്ട് അവരെ അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അപ്പോ അങ്ങനെ ബ്രിട്ടീഷുകാര് 1848 ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇനി മുതൽ ഇവിടെ ദത്തെടുക്കലും അവകാശം അങ്ങോട്ട് എന്താ പറയാ അങ്ങനെയായിട്ട് കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് കുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ ആള് മരിക്കുന്നതോടുകൂടി ആ രാജ്യം സ്വാഭാവികമായിട്ട് അതായത് കെഷലായിട്ട് അത് എന്തിനോട് ചേരും? ബ്രിട്ടീഷ് എന്താ പറയാ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് അധീനതയിലോട്ട് ചേരും. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന്റെ പരിധിയിലോട്ട് ചെന്ന് ചേരും. പിന്നെ അവിടുത്തെ അധികാര തലവൻ ആരായിരിക്കും? ബ്രിട്ടീഷ് സൈനിക തലവനോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരിക്കും പിന്നീട് ആ രാജ്യത്തിന്റെ രാജാവ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ദത്തെടുത്തിട്ടൊന്നും ഒരു കളിയൊന്നും ഇവിടെ വേണ്ട. അതോടുകൂടി പരിപാടി നിർത്തുകയാണ്. അതായത് ആ ആള് മരിക്കുന്നതോടുകൂടി പിന്നെ അനന്തരാവകാശികൾ ഇല്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ആരിൽ വന്ന് ചേരും? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്ന് ചേരും എന്നുള്ള നിയമമാണ് 1848 അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നൊരു നിയമമായിരുന്നു എന്ത്? ദത്തവകാശ നിരോധന നിയമം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുവോ? അതായത് ഈ ഇതിലുള്ള കുറെ രാജാക്കന്മാർക്ക് മിക്കവരും അവരെ ദത്തുപുത്രന്മാരാണ്. മിക്കവാറും എന്തായിരിക്കും ദത്തുപുത്രന്മാരാണ്. അപ്പൊ അവരെ അച്ഛന്റെ മരണശേഷം വേണം എനിക്ക് രാജാവാണെന്ന് കരുതിയിരിക്കണ കുറെ ആൾക്കാരോട് ഒന്ന് പറയണം, നിങ്ങൾക്ക് രാജാവാനൊന്നും പറ്റില്ല. എന്ത്? ഞങ്ങളിത് ഏറ്റെടുക്കാണ്. നിങ്ങൾ ഇവരെ ശരിക്കുള്ള മോനൊന്നും അല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് രാജാവാൻ പറ്റില്ല എന്ന് അവരനങ്ങാണ്ടിരിക്കുവോ? അവരനങ്ങാണ്ടിരിക്കില്ല. അങ്ങനെ അതാണ് ഒന്നാമത്തെ വിദ്വേഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമം വഴി ആദ്യമായിട്ട് ഒരു ഇങ്ങനെ ഒരു നിയമം വരുമ്പോ ആദ്യമായിട്ട് ഈ ഒരു എന്താ പറയാ നിയമത്തിന് കാരണം ഇത് എന്താ പറയാ കൂട്ടിച്ചേർക്കപ്പെട്ട ബ്രിട്ടീഷുകാരിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഇത് സത്താറ എന്ന് പറയുന്നത്. സത്താറ എന്ന് പറയുന്ന നാട്ടുരാജ്യമാണ് ദത്തവകാശ നിരോധന പ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം എന്ന് പറയുന്നത് സത്താറയാണ്. സത്താറ. ഇനി ഏറ്റവും അവസാനം അത് 1848 ഈ ഒരു നാട്ടുരാജ്യം ആദ്യമായിട്ട് ബ്രിട്ടീഷ് എംപയറിനോട് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ അതെന്താണ്? അതിനുശേഷം പിന്നെ സത്താറ എന്തായിട്ട് മാറാണ്? ബ്രിട്ടീഷ് അധീനതയിലുള്ള ഒരു പ്രദേശമായിട്ട് മാറാണ്. അവിടെ ആരെങ്ങനെ നികുതി നൽകണം, ആരെന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കൊട്ടാരത്തിൽ ആരൊക്കെ താമസിക്കണം, എന്തൊക്കെ പണികൾ ആരൊക്കെ ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുക പിന്നെ ആരായിരിക്കും? ബ്രിട്ടീഷ് സൈനിക തലവൻ അല്ലെങ്കിൽ സൈനിക മേധാവി. അതിന്റെ ആരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത്? ബ്രിട്ടീഷുകാര് ഒരു ഗവർണറെ അല്ലെങ്കിൽ ഗവർണറെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു എംപ്ലോയിയുടെ കയ്യിലായിരിക്കും ഇതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഔദാണ്. 1856 ഔദ് എന്ന് പറഞ്ഞ നാട്ടുരാജ്യം ബ്രിട്ടീഷ് എംപയറിനോട് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ ആദ്യത്തെ സത്താറയാണ്. ഏറ്റവും അവസാനമായിട്ട് ചേർത്തതാണ് ഏത്? ഔദ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് കുറച്ച് നാട്ടുരാജ്യങ്ങളുടെയും കൂടി പേര് പറയുന്നത് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്ത കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ട്. നമ്മുടെ SCERT ടെക്സ്റ്റിൽ പറയുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് അറിഞ്ഞു വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നതാണ്. ഒരു തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഏതോ ഒരു PSC പ്രിലിംസിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഏതൊക്കെ നാട്ടുരാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജയ്പൂര്, സാമ്പൽപൂര്, ഉദയ്പൂര്, നാഗ്പൂര്, ഝാൻസി. ജയ്പൂര് ഉണ്ട്, സാമ്പൽപൂര് കുറെ ജയ്പൂര്, സാമ്പൽപൂര്, ഉദയ്പൂര്, നാഗ്പൂർ. ഏതൊക്കെയാ? ജയ്പൂര്, സാമ്പൽപൂര്, ഉദയ്പൂർ, നാഗ്പൂർ. 4 എണ്ണം അങ്ങനെ വരുന്നു. പിന്നെ ഒരെണ്ണം ഏതാണ്? ഝാൻസി. ഇത് ഏതൊക്കെ വർഷങ്ങൾ എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയാ ക്രോണോളജിക്കൽ ഓർഡറിൽ കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യങ്ങളുടെ ഓർഡറിലൊക്കെ ചോദിക്കാൻ പറയാൻ ജസ്റ്റ് ഇതേ ഓർഡറിൽ പറഞ്ഞാൽ മതി. 1849 ജയ്പൂർ കൂട്ടിച്ചേർക്കുന്നത്. സാമ്പൽപൂർ ആണെങ്കിൽ 1850 49 കഴിഞ്ഞ് 50 സാമ്പൽപൂർ കൂട്ടിച്ചേർക്കുന്നത്. ഉദയ്പൂർ 52 നാഗ്പൂർ 53 ഝാൻസി 54. ഝാൻസി എന്ന് പറഞ്ഞ പ്രദേശം 54. ഏറ്റവും അവസാനമായിട്ട് ഏതാണ്? ഔദ് 56. ഇത് ഏറ്റവും മുമ്പ് സത്താറ 1848. അപ്പൊ ഇത്രയും നാട്ടുരാജ്യങ്ങളാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഈ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് ഏതൊക്കെയാണ്? ഔദും ഝാൻസിയും ഒക്കെ ഭയങ്കരമായിട്ട് 1857 വിപ്ലവത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് നാട്ടുരാജ്യങ്ങളാണ്. ബാക്കി എല്ലാത്തും നമുക്ക് അങ്ങനെ
ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണ്ട. എന്നാലും ഇതൊക്കെ ഈ രണ്ടെണ്ണം ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമ്മൾ പറയുന്നതിൽ കയറി വരുന്ന രണ്ട് നാട്ടുരാജ്യങ്ങളാണ്. അപ്പോ ആദ്യമായിട്ട് ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് 1848-ഒന്നല്ല. അത് ഔദ്യോഗികമായിട്ടാണ് ഈ ഒരു നിയമം പാസ്സാക്കുന്നത് 1848-ല്. പക്ഷെ അതിനു മുമ്പ് 1824-ല് തന്നെ അനൗദ്യോഗികമായിട്ട് ഒരു നാട്ടുരാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അനൗദ്യോഗികമായിട്ട് ഈ ഒരു നിയമം ഉപയോഗിച്ചിട്ടുണ്ട്. അതെവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിത്തൂരാണ്. കിത്തൂർ കലാപം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് എന്ത് കിത്തൂർ കലാപം എന്ന് പറയുന്നത്. അവിടെ ഒരു കിത്തൂർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരാണ്. ഒന്നാമത്തത് ചിന്നമ്മയും റാണിയായിരുന്നു. അവിടുത്തെ റാണിയായിരുന്ന ചിന്നമ്മയും പിന്നെ ആളുടെ കൂടെ ഉണ്ടായിരുന്ന രായപ്പയും. കിത്തൂർ ചിന്നമ്മ എന്നാണ് നമ്മൾ ശരിക്കും പറയുക. കിത്തൂർ ചിന്നമ്മ. കിത്തൂർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കിത്തൂർ ചിന്നമ്മയാണ്. ഇവിടെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ദത്തവകാശ നിരോധന നിയമം ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ എന്താണ് അനൗദ്യോഗികമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം. ആ സമയത്ത് ഇത് അനൗദ്യോഗികമായിട്ടാണ് ഈ നിയമം വന്നിട്ടുണ്ടായിരുന്നത്. ഔദ്യോഗികമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1848-ലാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നതും ആദ്യമായിട്ട് കൂട്ടിച്ചേർത്തത് സത്താറാന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ പക്ഷെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായിട്ടല്ല എന്ന് മാത്രം. അത് പ്രാവർത്തികമാക്കിയ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിത്തൂരാണ്. അതിനെതിരെ നേതൃത്വം നൽകിയ രണ്ട് വ്യക്തികളാണ് അത് കിത്തൂർ ചിന്നമ്മയും രായപ്പയും. കിത്തൂർ രായപ്പ എന്ന് പറയും. അങ്ങനെ ഇവരാണ്. അപ്പൊ 1848-ലെ ദത്തവകാശ നിരോധന നിയമം എന്താന്ന് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതുവഴി എന്താ പറയാ ആഡ് ചെയ്ത നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിനോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? അനൗദ്യോഗികമായിട്ട് ചേർത്തതിന്റെ വർഷം ഏതായിരുന്നു? അപ്പൊ ഇങ്ങനെ ഒരു നിയമം കൊണ്ട് മാത്രമായിട്ട് എന്താ പറയാ ഒരു വിപ്ലവം ഉണ്ടാവും? ഇല്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ രാഷ്ട്രീയപരമായിട്ട് പിന്നെയും കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതില് പിന്നെ രണ്ടാമത് വരുന്നതാണ്. അതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ദത്തവകാശ നിരോധന നിയമം പറഞ്ഞ അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള നിയമങ്ങൾ പഠിക്കണ്ട. പക്ഷെ അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞു വെക്കണം. അതില് രണ്ടാമത് വരുന്നതാണ് 1850-ലെ റിലീജിയസ് ഡിസബിലിറ്റീസ് ലോ. റിലീജിയസ് അതായത് മതപരമായിട്ടുള്ള എന്താ പറയാ ഡിസബിലിറ്റി എന്ന് പറയുമ്പോ എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചാൽ മതി. റിലീജിയസ് ഡിസബിലിറ്റി ലോ 1850-ലെ റിലീജിയസ് ഡിസബിലിറ്റി ലോ. ഇനി മൂന്നാമത് വരുന്നതാണ് 54-ലെ പോസ്റ്റ് ഓഫീസ് നിയമം. 54-ല് വരുന്ന പോസ്റ്റ് ഓഫീസ് നിയമം. 56-ല് വരുന്ന ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും ഇതെന്തത് ഹിന്ദു വിധവ പുനർവിവാഹം, ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണം എന്നൊക്കെ എന്തായാലും ഇത് നല്ല കാര്യമില്ലേ? ഹിന്ദു ആയിട്ടുള്ള വിധവകൾക്ക് പുനർവിവാഹം എന്താ പ്രശ്നം? നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമില്ലേ? വിധവകൾ കല്യാണം കഴിക്കാൻ പാടില്ലേ? പക്ഷെ അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഭയങ്കര എന്താ പറയാ പ്രാകൃതമായിട്ടുള്ള കുറെ ആചാരങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കുറെ അധികം ആചാരങ്ങൾ ഇവിടെ പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായിട്ട് ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നിങ്ങൾക്ക് അറിയണ ഒരു സംഭവമായിരിക്കും എന്ത് സതി എന്ന് പറയുന്നത് അല്ലെ? സതി അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോടെ ഭാര്യ ആ ചിതയിലേക്ക്, അതൊക്കെ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ കാര്യമാട്ടോ. ഈ ബ്രാഹ്മൺസിന്റെ ഇടയിലൊക്കെയാണ് മെയിൻ ആയിട്ട് സതി ഉണ്ടായിരുന്നത്. അപ്പോ ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിതയിലേക്ക് ചാടിയിട്ട് ഭാര്യ മരിക്കണം. ഈ ഭർത്താവിന് ചിലപ്പോൾ 90 വയസ്സായിട്ടുണ്ടായിരിക്കും. ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു 9 10 അല്ലെങ്കിൽ ഒരു 15 വയസ്സിനുള്ളിലൊക്കെ ഉള്ള പെൺകുട്ടികളായിരിക്കും ഈ ചാടി മരിക്കേണ്ടി വരുന്നത്. അല്ല ചാടാൻ തയ്യാറായിരിക്കും എന്നിട്ടാണ് എടുത്തിടുകയാണ് എനിക്ക്. അപ്പൊ ഇങ്ങനത്തെ പ്രാകൃതമായിട്ടുള്ള കുറെ നിയമങ്ങൾ എന്താ പറയാ ആചാരങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു അന്ന് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വേറൊരു ഇതാണ് എന്നിട്ട് ഹിന്ദു പെൺകുട്ടികള് വിധവകളായ ഇപ്പൊ ആ ഒരു കാസ്റ്റ് സതി ആചരിക്കാത്ത വേറെ കാസ്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1829 കൂടിയൊക്കെ സതി നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയില് ബ്രിട്ടീഷുകാരായിട്ട്. അപ്പൊ അതിന് ശേഷം ഹിന്ദു പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാണ്ടിരുന്ന ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വിധവയായിരുന്ന വിധവയായിരിക്കണം ജീവിതകാലം മൊത്തം. പിന്നീട് അവർക്കൊരു എന്താ പറയാ ഒരു ഭർത്താവിനൊപ്പമുള്ള ഒരു ജീവിതം പാടില്ല. വിധവ എന്നും വിധവയായിട്ട് അവിടെ ഒരു റൂമിന്റെ ഉള്ളിൽ പൂട്ടിക്കഴിയണം എന്നാണ്. അപ്പൊ നമ്മുടെ ആ ഒരു സമയത്ത്
ഇന്ത്യയിലെ കുറെ ആളുകൾ, ഇന്ത്യയിലെ പുരുഷന്മാരായിട്ടുള്ള കുറെ ആളുകൾ, അല്ലെങ്കിൽ അന്ന് സ്ത്രീകൾക്ക് പുറത്തു പോയി പഠിക്കാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പൊ പുരുഷന്മാരാണ് പുറത്ത്. അപ്പൊ ഇന്ത്യയിലെ വിദ്യാഭ്യാസം വളരെയധികം എന്താ പറയാ ശക്തി പ്രാപിച്ചു വന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം നമുക്ക് റെനൈൻസൻസ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന വ്യക്തിയാണ് എന്ത്, ഇന്ത്യൻ റെനൈൻസൻസില് അല്ലെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരിക നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹമാണ് ബ്രിട്ടീഷുകാരുടെ എടുത്തു പോയിട്ട് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അവതരിപ്പിക്കുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള വിധവകൾക്ക് വിവാഹം കഴിക്കാൻ ഇവിടെ പറ്റില്ല. അപ്പൊ അതൊരു നിയമമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാനുള്ള ശക്തി മറ്റേ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കണം, ആചാരം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഇല്ല. അപ്പൊ ഇവരൊരു നിയമമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എതിർപ്പ് ഉണ്ടായാലും ഇതൊരു നല്ല കാര്യമായതുകൊണ്ട് ബ്രിട്ടീഷുകാരത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് നിയമമാക്കി മാറ്റുകയാണ് ചെയ്തത്. ആഹ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിൽ നല്ലൊരു നിയമമായിരുന്നെങ്കിലും നമ്മുടെ ഇന്ത്യയിലുള്ള പകുതിയധികം ആളുകൾക്കും ഈ ഒരു നിയമത്തെ പിടിച്ചില്ല, ബോധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ആചാരങ്ങൾ, അതിപ്പോ നമ്മുടെ ഇവിടെ ആണെങ്കിലും ഒരു ആചാരം പെട്ടെന്ന് എന്താ പറയാ ലംഘിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് നല്ല ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോഴത്തെ ഒരു സംഭവത്തില് വരും അല്ലെ. ഇപ്പൊ എമ്പുരാന്റെ ഒക്കെ വിവാദമായിട്ട് കത്തി തകർത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു സമയത്തും എന്താണ് ഇതിനെതിരായിട്ട് ഭയങ്കര പ്രതിഷേധം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മതപരമായിട്ട് വന്നിട്ടുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഈ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനെതിരായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം വന്നിട്ടുള്ളത്. പിന്നെ 58 59 ആയപ്പോഴേക്ക് ഇതൊക്കെ പിൻവലിക്കുന്നുണ്ട്. പക്ഷെ 56 ഈ നിയമം വന്നതൊക്കെ ഈ ഒരു കലാപത്തിന് കാരണമായിട്ടുള്ള ഒരു നിയമമായിരുന്നു. പിന്നെ 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1856. ഇത്രയും കാരണങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 57 വിപ്ലവത്തിന് നയിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ബ്രിട്ടീഷ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ എന്താണ് രാഷ്ട്രീയപരമായിട്ടും ഇതിലൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമപ്രകാരം പുറത്താക്കിയിട്ടുള്ള ഒരു രാജ്യമായത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിനോട് കൂട്ടിച്ചേർത്ത ഒരു രാജ്യമായിരുന്നു ഇത് ഝാൻസി എന്ന് പറയുന്നത്. അതുപോലെ മറാത്തയില് പേർഷ്യ ആയിരുന്ന ഒരു ബാജിറാവു സെക്കൻഡ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു അല്ലെങ്കിൽ ദത്തുപുത്രനായിരുന്നു ആര്? നാനാ സാഹിബ്. നാനാ സാഹിബ് എന്ന് പറയുന്നത് ഈ എന്താ പറയാ ബാജിറാവു സെക്കൻഡിന്റെ ദത്തുപുത്രനായിരുന്നു. അപ്പൊ ബാജിറാവു സെക്കൻഡ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആരെ കൈക്ക് എംപയർ പോവും? ഈ ബ്രിട്ടീഷ് എംപയറിന്റെ കൈക്ക് ഈ രാജ്യം പോവും. അപ്പോ ഈ നമ്മുടെ നാനാ സാഹിബ് നോക്കിയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണിങ് ആയിട്ടുള്ള സൂത്രശാലിയായ ഒരു കുർത്തൻ എന്നൊക്കെ പറയാം. അതായത് 57 വിപ്ലവത്തിന്റെ സൂത്രശാലി അല്ലെങ്കിൽ അതിന് ബാക്കിൽ നിന്നിട്ട് പട നയിച്ച ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാനാ സാഹിബാന്ന് പറയേണ്ടി വരും. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ എന്താ പറയാ 57 വിപ്ലവത്തിന്റെ സൂത്രശാലി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നാനാ സാഹിബാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദത്തുപുത്രനാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കണം എന്നാ പറയാ. ബ്രിട്ടീഷുകാര് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള രാജാക്കന്മാർക്ക് പിന്നീട് രാജാവാവേണ്ട വ്യക്തികൾക്ക് പെൻഷൻ കൊടുക്കണം. ഇദ്ദേഹത്തിന് അതും നിഷേധിക്കുകയാണ്. കാരണം ഈ ദത്തുപുത്രനല്ല, നിനക്കൊന്നും തരാൻ പറ്റില്ല, നീ വേണമെങ്കിൽ സാധാരണക്കാരെ പോലെ അവിടെ പോയി ജീവിച്ചോന്നു, ഇങ്ങനെയൊക്കെ സഹിക്കൂ. അന്ന് പറഞ്ഞാൽ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു തുക ബ്രിട്ടീഷുകാർ ഈ രാജാക്കന്മാർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അതും നിഷേധിച്ചപ്പോഴാണ് ആർക്ക്? നാനാ സാഹിബിന് ദേഷ്യം വന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഝാൻസിയിൽ ഉണ്ടാകുന്ന ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിരുന്നു ആര്? റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗംഗാധർ റാവു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് ഇത് ദാമോദർ റാവു എന്ന് പറയുന്നത്. കൊച്ചുകുട്ടിയാണ്, അല്ലാണ്ട് വലിയ വ്യക്തിയൊന്നല്ല, കൊച്ചുകുട്ടിയാണ്. നിങ്ങൾ ഝാൻസി റാണിയുടെ പിക്ചർ കണ്ടിട്ടുണ്ടോ? യുദ്ധം ചെയ്യുന്നത് ബാദൽ എന്ന് പറഞ്ഞ കുതിരയുടെ പുറത്ത് ഝാൻസി റാണി ഇരിക്കുമ്പോ ബാക്കില് ഒരു ഇത് വെച്ച് കെട്ടിയിട്ട്, ഒരു ഷോള് വെച്ച് കെട്ടിയിട്ട് ഒരു കൊച്ചുകുട്ടീനെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടാണ് റാണി യുദ്ധം ചെയ്യുന്ന പിക്ചേഴ്സ് ആയിരിക്കും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതാണ് ഈ ദാമോദർ റാവു എന്ന് പറയുന്നത്. അവരുടെ ദത്തുപുത്രനാണ്. അപ്പൊ ഈ ദത്തുപുത്രനാണ് പിന്നീട് എന്നിട്ട് ഈ രാജ്യത്തിന്റെ അവകാശം പോകേണ്ടത്. പക്ഷെ ആരെ ഏറ്റെടുക്കുകയാണ്? ബ്രിട്ടീഷ് എംപയർ ആരെ ഏറ്റെടുക്കുകയാണ്? ബ്രിട്ടീഷ് എംപയർ എന്ത് ചെയ്യാണ്? ഝാൻസി എന്ന പറഞ്ഞ രാജ്യം പിടിച്ചെടുക്കുകയാണ്. അപ്പോ റാണി മിണ്ടാതിരിക്കും. അങ്ങനെയാണ് റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ മണികർണിക അല്ലെങ്കിൽ ചബേലി അല്ലെങ്കിൽ മനു എന്നൊക്കെ അറിയപ്പെടുന്ന
ഝാൻസിയിലെ റാണി ഈ യുദ്ധത്തിന് ഏർപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങൾ, അതുപോലെ ഔദിലെ രാജാവായിരുന്ന വാജിദ് അലി ഷായുടെ മകന് ബിർജിസ് ഖാദറിന് അതും ദത്തുപുത്രൻ തന്നെയാണ്. അദ്ദേഹത്തിന് എന്താ പറയാ ഇത് കൊടുക്കാണ്ട് ഔദ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ ബ്രിട്ടീഷ് എംപയർ കീഴടക്കി എടുക്കുമ്പോഴാണ് എന്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന വാജിദ് അലി ഷായുടെ വൈഫായിരുന്ന ബീഗം ഹസ്രത്ത് മഹൽ യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഇങ്ങനെ ഒരുവിധം രാജാക്കന്മാര് മൊത്തം ഇറങ്ങുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആയിരുന്നില്ല, അവരുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിൽ വന്നപ്പോഴാണ്. അതായത് അവർക്ക് സ്ഥാനം പോകുമെന്ന് കണ്ടപ്പോഴാണ് അവർ ഇറങ്ങുന്നത്. അല്ലാണ്ട് ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായ കർഷകർക്കൊരു ദുരിതത്തിൽ നിന്ന് ആശ്വാസമാവാൻ വേണ്ടിയിട്ട് രാജാക്കന്മാര് പുറത്ത് എന്താ പറയാ ഇറങ്ങി യുദ്ധം ചെയ്തതല്ല. അതുകൊണ്ടാണ് ഇതിന് നമുക്കൊരു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നില്ല. മുഴുവനായിട്ട് നമുക്കത് അങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലഹളയാണ്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാന്നല്ല. ഈ രാജാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണ്? അവരുടെ സ്ഥാനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് നികുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ കുറച്ച് കാരണങ്ങളാണ്. അല്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ ഇവിടെ ഇപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പോലെ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം വേണം, നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് വേണം, ഒറ്റയ്ക്ക് ഒരു രാജ്യം വേണം എന്നൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ, അല്ലെങ്കിൽ 47-ലെ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിക്ക് വേണ്ടിയിട്ടല്ല ഇവരന്ന് സമരം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മുഴുവനായിട്ട് ഇതൊരു സ്വാതന്ത്ര്യ സമരം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇനി സാമ്പത്തികപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യാന്ന് പറയുന്നത് ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കള് ലോ വിലക്ക്, വളരെ കുറഞ്ഞ തുച്ഛമായിട്ടുള്ള വിലക്ക് കൊണ്ടുപോയിട്ട് അവരവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇരട്ടി വിലയായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് അസംസ്കൃത വസ്തു ശേഖരിക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിരുന്നില്ല, അവർക്ക് എന്തും കൂടിയാണ്, അവരുടെ ഒരു മാർക്കറ്റ് കൂടിയായിരുന്നു. അതായത് അവരവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കണ്ടേ, വിൽക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവരൊരു ഓപ്പൺ മാർക്കറ്റ് ആയിരുന്നു ഇത് ഇന്ത്യയും ചൈനയൊക്കെ. ചൈനയൊക്കെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യക്കാളും വലിയ മാർക്കറ്റ് ചൈനയായിരുന്നു. കാരണം അത്രയും വലിയൊരു പ്രദേശമല്ലേ ചൈന എന്ന് പറയുന്നത്, വലിയൊരു രാജ്യമല്ലേ. അപ്പൊ ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ അന്ന് ഇവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ അന്നാ സാധനങ്ങളുടെ വില എത്രയാ? നമ്മള് ഇവിടുന്ന് പരുത്തി ഇവിടെ കഷ്ടപ്പെട്ട് കർഷകർ പണി ചെയ്ത് ഇവിടുന്ന് പരുത്തി തുച്ഛമായ വിലക്ക് അങ്ങോട്ടേക്ക് കയറ്റി വിടാണ്. എന്നിട്ട് അവിടെ അവര് അത് നെയ്ത് സാരിയായിട്ട് എന്താ പറയാ പവർ ലൂമില്, അന്ന് അവിടെ ഫ്ലൈയിങ് ഷട്ടിലും എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചതിന്റെ പിന്നാലെ അവർക്കിത് പവർ ലൂമിൽ ചെയ്യാൻ പറ്റി. അവർ പവർ ലൂമില്, നമ്മളിവിടെ നെയ്യുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഇരട്ടി സ്പീഡിൽ പവർ ലൂമിൽ പറ്റും അല്ലെ. നെയ്ത് നല്ല ഇതിനേക്കാൾ ഇരട്ടി ഫിനിഷിംഗ് ഇല്ല സാധനം വന്നിട്ട് ഇരട്ടി, നമ്മള് വിചാരിക്കുന്നതിന്റെ 10 ഇരട്ടി വിലയിൽ സാധനങ്ങള് അവര് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം ഇന്ത്യയിലുള്ള ആളുകള് നല്ല ക്വാളിറ്റി സാധനമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയില് നമ്മളെ ഇന്ത്യയിൽ നെയ്തിരുന്ന വസ്ത്രങ്ങൾക്ക് പകരം അത് വാങ്ങി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടുത്തെ നെയ്ത്തുകാരുടെ പണിയും പോയി, കർഷകർക്ക് പൈസയും കിട്ടുന്നില്ല. നമ്മുടെ ഭൂരിഭാഗം സ്വത്തുക്കളും ആരടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്? ഇംഗ്ലീഷുകാരെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവിടെ രണ്ടാമത്തെ എന്താ പറയാ കാരണമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാരണത്തിൽ ഒന്ന് ഉൾപ്പെടുന്നത്. പിന്നെ പറയുന്നത് ഈ സാമൂഹികപരമായിട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, അതുപോലെ സതി നിരോധിച്ചത്, അതുപോലെയുള്ള കുറെ സാമൂഹിക പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഉണ്ടാകുന്ന എന്താ പറയാ യാഥാസ്ഥിതിക ആൾക്കാരുണ്ടാവില്ലേ, ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഒട്ടും പിടിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പൊ അവരും ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ നമ്മുടെ ഇവിടെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ എന്താ പറയാ ഇന്റൻസിറ്റിയിൽ നിന്നിരുന്ന ഒരു സമയമാണിത്. അപ്പോ അതായത് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെ ഭ്രാന്താലയം അല്ലെങ്കിൽ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കാനുള്ള മെയിൻ കാരണം എന്താണ്? സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് എന്താ പറയാ ജാതി നോക്കിയിട്ട് വെള്ളം കൊടുക്കുള്ളൂ എന്നുള്ള രീതി വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതായത് ജാതി വ്യവസ്ഥ അത്രയും സ്ഥായിയിൽ നിൽക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് സതി നിരോധിക്കുക, ഹിന്ദു വിധവ പുനർവിവാഹം. അന്നത്തെ കാലത്തുള്ള യാഥാസ്ഥിതികർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയമാണ്. അപ്പൊ അവരും ഇതിനെതിരായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പൊ പക്ഷെ ഇതില് ആകെ കൂടി നല്ല കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് ഇപ്പൊ ചിന്തിക്കുമ്പോ അതിനൊക്കെ വേണ്ടി യുദ്ധം ചെയ്യാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ അന്ന് അതൊക്കെ വലിയ 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 കാര്യമായിരുന്നു. ഇന്ന് നമ്മള് ഈ എമ്പുരാനെയൊക്കെ പിടിച്ച് തലയിൽ വെച്ചിട്ടുള്ള പോലെ തന്നെ അന്ന് ഇതും വലിയ വലിയ സംഭവം തന്നെയായിരുന്നു. അതുപോലെ പിന്നെ വന്നിട്ടുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയാ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും
മെയിൻ ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ് എന്ത്, സൈനികപരമായിട്ട്. അതായത് നമ്മുടെ സൈന്യത്തില് ഇന്ത്യൻ സൈനികരെ അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെ ശിപ്പായികളായിട്ട് ചേർക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ബ്രിട്ടീഷുകാരെ മാത്രം ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോ ഇന്ത്യയിലുള്ള കുറച്ച് നല്ല നല്ല സ്ട്രെങ്ത് ഉള്ള ബോയ്സിനെ പിടിച്ചിട്ട് ഇവര് സൈന്യത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും ഒരു സാലറിക്ക് അവരെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർക്ക് ഇവിടെ എന്താ പറയാ, അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ബ്രിട്ടീഷ് ആർമിയിൽ അവരെ ചേർക്കാണ് ചെയ്തത്. ഇന്ത്യൻ ആർമി എന്നല്ല, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ആർമിയിൽ അവരെ ചേർക്കാണ്. അങ്ങനെ ഇവര് അപ്പൊ ഇവർക്ക് ഇവിടെ ഭക്ഷണം എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നും ആവുന്നില്ല. തുച്ഛമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്നതാണെന്നുള്ളൂ. പിന്നെ ഹൈ ലെവൽ പോസ്റ്റിലേക്കൊന്നും ഇവരെ കയറ്റി വിടണമെന്നുണ്ടാകുന്നില്ല. ഇവരെന്നും ശിപ്പായികൾ എന്നുള്ള നിലയിലാണ് നിലനിന്നുണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുതിയതായിട്ട് ഒരു P53 എൻഫീൽഡ് തോക്കുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ തോക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ ഉണ്ടല്ലോ, തോക്കിന്റെ തെര എന്ന് പറയുന്നത്, ഈ സംഭവം കടിച്ചിട്ട് വേണം വലിക്കണേ. കടിച്ചു വലിച്ചിട്ട് വേണം വെടി ഉതിർക്കണമെങ്കിൽ. അപ്പൊ ഇതിങ്ങനെ കടിച്ചു വലിക്കുമ്പോ ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരോടുള്ള ദേഷ്യം കൊണ്ടോ എന്തോ ആ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതില് നമ്മളിങ്ങനെ പറയല്ലോ ഈ ഉണ്ടക്ക് ഗ്രീസ് പുരട്ടുന്നു. അങ്ങനെ ഗ്രീസിന് പകരം അന്ന് അവര് പുരട്ടുണ്ടായിരുന്ന പശുവിന്റെയും പിന്നെ എന്താ പന്നിയുടെയും കൊഴുപ്പാണ് ചേർക്കണേന്ന് പറഞ്ഞതാണ്. അപ്പൊ പശുവിന്റെ കൊഴുപ്പും പന്നിയുടെ കൊഴുപ്പും രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കണേന്നല്ല പറഞ്ഞത്. ഒരു കൂട്ടരോട് പശുവിന്റെ കൊഴുപ്പൊന്നും ഒരു കൂട്ടരോട് പന്നിയുടെ കൊഴുപ്പൊന്നും. അതായത് പശു എന്ന് പറയുന്നത് അന്ന് ഹിന്ദുക്കളുടെ, അന്നും ഇന്നും കുറെ അധികം ആളുകൾക്ക് ഹിന്ദുക്കൾക്ക് എന്താണ് ഭയങ്കരമായിട്ട് ദൈവമായിട്ട് സങ്കല്പിച്ചുകൊണ്ട്. അപ്പൊ പശുവിനെ കൊന്നിട്ട് ഗോവധം ചെയ്തിട്ട് അതിന്റെ കൊഴുപ്പ് എടുക്കണം, അല്ലാണ്ട് പശുവിന്റെ കൊഴുപ്പ് കിട്ടില്ലല്ലോ. അപ്പൊ ഗോവധം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ വായിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തോ വലിയൊരു പാപം ചെയ്ത പോലെയാണ് ഹിന്ദുക്കളെ വെച്ചിട്ട്. പിന്നെ പന്നിയുടെ കൊഴുപ്പ് മുസ്ലിംസിനെ വെച്ച് നോക്കുമ്പോ പന്നി എന്ന് പറയുന്നത്, പിഗ് എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഹറാമായിട്ടുള്ള വസ്തുവാണ്. അപ്പൊ അതിന്റെ കൊഴുപ്പ് അവരെ വായിൽ ചെല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും വലിയൊരു ശാപം വേറെ ഒന്നും ഇല്ല. അപ്പൊ അവർ രണ്ടു കൂട്ടരും, ഹിന്ദു മുസ്ലിംസ് രണ്ടു കൂട്ടർക്കും ഈ ഒരു വിവാദ പ്രചരണം വന്നപ്പോ, അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോ അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിനെതിരായിട്ടാണ് ഇവിടെ ഇത് എന്താണ് ഈ ഒരു കാരണം എന്താണ് ഇവിടെ 1957 വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള ഒരു കാരണമായിട്ട് മാറിയത് എന്താണ്, ഈ സൈനിക പരമായിട്ടുള്ള സംഭവമാണ്. അതായത് ഈ തോക്കുകളിലെ തിരക്കി പന്നിയുടെയും പശുവിന്റെയും മാംസത്തിന്റെ കൊഴുപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് എന്താ പറയാ പെട്ടെന്ന് ഈ ഒരു സമരത്തിനെ ശക്തിപ്പെടുത്താൻ കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇതിനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള 4 റീസൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ സൈനികപരമായിട്ടുണ്ടാകുന്ന ഇതിലാണ് ഫസ്റ്റ് എന്താ പറയാ, ഇത് ഈ ഒരു ഇത് അവർന്നു പോകുന്നൊക്കെ ചെറിയ പൊട്ടലും ചീറ്റലും എന്ന് പറയാ അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊരു കലാപമായിട്ട് മാറാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ഒരു തോക്കിന്റെ ഇതിങ്ങനെ സൈനികരുടെ ഇടയിൽ ഇങ്ങനെ 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 ഓരോ റെജിമെന്റ് ആയിട്ടുള്ള ഓരോ റെജിമെന്റിലും റെജിമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളിൽ അവര് ക്യാമ്പിംഗ് ഉണ്ടാവില്ല, അങ്ങനെ ഓരോ ക്യാമ്പുകളിലായിട്ട് ഇങ്ങനെ പടർന്ന് 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 പോയി. അങ്ങനെ അവസാനം ഇതൊരു ബംഗാളില് പശ്ചിമ ബംഗാളിലുള്ള ഒരു ആദ്യത്തെ തീപ്പൊരി വീഴുന്നത് ശരിക്കും പശ്ചിമ ബംഗാളിലെ ബാരക്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എന്താ പറയാ ഒരു റെജിമെന്റ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, റെജിമെന്റിന്റെ പേര് നോക്കട്ടെ. 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ്, 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് ഇതാണ്. അല്ലെങ്കിൽ 34ാം തദ്ദേശീയ കാലാൾപ്പട ബാരക്പൂരിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ സൈനിക ക്യാമ്പ് ആയിരുന്നു, അല്ലെങ്കിൽ സൈനിക വിഭാഗമായിരുന്നു 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് എന്ന് പറയുന്നത്.
അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണ സൈനികനായിരുന്നു ആര് മംഗൽ പാണ്ഡെ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെയും മതവികാരത്തിനെയും ഒക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് വ്രണപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ തോക്കിന്റെ തിര ഉപയോഗിക്കല്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പൊ അത് എന്താ പറയാ അത് വിസമ്മതിക്കുകയാണ്. അപ്പൊ ഈ ഗ്രീസാണ് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ടെങ്കിലും ഇവരത് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവര് ഇത് ഉപയോഗിച്ച് വിസമ്മതിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ആര് മംഗൽ പാണ്ഡെ. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നപ്പോ ആ സമയത്ത് എന്താണ് അഡ്ജൂട്ടന്റ് അവിടെ ഏറ്റവും ഉയർന്ന സൈനിക തലവനായിട്ട് വർക്ക് ചെയ്തിരുന്ന അഡ്ജൂട്ടന്റ് പദവി എന്ന് പറയുന്നതിനെ ആ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ മംഗൽ പാണ്ഡെ വെടിവെക്കുകയാണ്. പക്ഷെ വെടി കൊള്ളുന്നില്ല അദ്ദേഹത്തിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ബാക്കിൽ നിന്നാണ് ഉദ്യോഗസ്ഥനെ ചെറിയ രീതിയിൽ വെടി കൊള്ളുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് കലാപത്തിന്റെ ആദ്യത്തെ തീപ്പൊരി എന്ന് പറയുന്നത്. അതായത് ഞാന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരാളെ ഭയങ്കര ശത്രുവായി കാണുന്നു. അതിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ അതിലത്തെ ആ ശത്രുക്കളുള്ള ഒരാൾക്ക് നമ്മൾ കാരണം ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഇൻസ്പൈറേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർ ആവുമെന്ന് പറയില്ലേ. അപ്പൊ അതുവഴിയാണ് പിന്നീട് ബാക്കിയുള്ള സൈനികരും ഇതിനെ പിന്താങ്ങി പോകുന്നത്. അപ്പൊ അങ്ങനെ മാർച്ച് ഏകദേശം ഒരു 1857 മാർച്ചിലൊക്കെയാണ് ഈ ഒരു സംഭവം. 1900 മാർച്ച് 29-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം 1957 ഏപ്രിൽ 10 കൂടിയൊക്കെ ഇദ്ദേഹത്തിന്റെ ഏപ്രിൽ 18 കൂടിയൊക്കെ ഇദ്ദേഹത്തിനെ തൂക്കിലേറ്റുന്നുണ്ട്. മംഗൽ പാണ്ഡേനെ അപ്പൊ തന്നെ പിടിച്ചിട്ടുണ്ട്. ആൾക്കറിയാം ആള് പിടിക്കപ്പെടും എന്നുള്ളത്. അപ്പൊ തന്നെ പിടിച്ച് ആളെ തൂക്കിലേറ്റുന്നുണ്ട്. അപ്പൊ അവള് വിചാരിച്ച കാര്യം നടന്നുമില്ല, ആളെ കൊല്ലും ചെയ്തു. അപ്പൊ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരാണ്? മംഗൽ പാണ്ഡെയാണ്. അപ്പൊ മംഗൽ പാണ്ഡേനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാണ്ട് എന്താ പറയാ മംഗൽ പാണ്ഡേനെ അറസ്റ്റ് ചെയ്യാണ്ട് ഇരുന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഒരാളെ തൂക്കിക്കൊന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആ വ്യക്തിയുടെ പേരാണ് ജമാദാർ ഈശ്വരി പ്രസാദ് എന്ന് പറയുന്നത്. ജമാദാർ എന്ന് വെച്ചാൽ ഈശ്വരി പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തി മംഗൽ പാണ്ഡേനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അപ്പൊ എന്താണ് ആളുടെ ചാരനായിരുന്നു അല്ലെങ്കിൽ ആളുടെ തോഴനാന്ന് പറഞ്ഞിട്ടാണ് ആളെ പിടിച്ചിട്ട് തൂക്കിലേറ്റുന്നത്. അന്ന് ബ്രിട്ടീഷുകാർക്ക് അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആരെയും നീ വധിക്കുക അല്ലെങ്കിൽ അത്രയും കാലം എന്താ പറയാ നരകിപ്പിച്ച് കൊല്ലുക പറയില്ല, അങ്ങനെ കൊന്നു കൊടുക്കുക. ഇതായിരുന്നു അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ മംഗൽ പാണ്ഡെ തുടങ്ങി വെച്ചൊരു തീപ്പൊരി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം 1957 മെയ് 10-ന് മീററ്റിൽ വെച്ച് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. ആദ്യമായിട്ട് എന്താ പറയാ ഈ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ചിട്ടാണ് 1957 മെയ് 10-നാണ് ആദ്യമായിട്ട് ഈ ഒരു ലഹള. അതായത് ഈ ബംഗ്ലാദേശിലെ സംഭവം ഇവര് അറിഞ്ഞെത്തുന്നത് മീററ്റിൽ എത്തുന്നത് എപ്പോഴാണ്? 1957 മെയ് 10 കൂടിയിട്ടാണ്. അപ്പൊ അവിടുത്തെ ശിപ്പായിമാരെല്ലാവരും കൂടിയിട്ട് ഈ ഒരു ലഹളയ്ക്ക് നേതൃത്വം നൽകണം. അത് ആര് ഏറ്റുപിടിക്കും? അവിടുത്തെ കുറച്ച് ജനങ്ങൾ കൂടി ഏറ്റുപിടിക്കും. എന്നിട്ട് നിങ്ങൾക്കറിയാം ഉത്തർപ്രദേശിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇത് ഡൽഹി എന്ന് പറയുന്നത്. അന്ന് ഡൽഹിയില് മുഗളന്മാരുടെ എന്താ പറയാ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരമായിരുന്നു ഇത് ഡൽഹി എന്ന് പറയുന്നത്. അന്ന് ഡൽഹിയിലായിരുന്നു മുഗൾ രാജാവായിരുന്ന ആര്? ബഹദൂർ ഷാ സെക്കൻഡ്. അന്ന് മുഗൾ രാജവംശം ഇവിടെ എന്താ പറയാ ഔറംഗസേബിന് ശേഷം മുഗൾ രാജവംശം ഭയങ്കരമായിട്ട് അതിന് ശേഷം അത്ര നല്ല കഴിവുള്ള ഒരു രാജാവ് എന്താ പറയാ നേതൃത്വം നിരയിലേക്ക് മുഗൾ രാജവംശത്തിന് നേതൃത്വം നിരയിലേക്ക് വരാത്തതുകൊണ്ട് മുഗൾ രാജവംശം ക്ഷയിച്ച് ഇവിടെ ഡൽഹിയിൽ മാത്രം ഒതുങ്ങി കിടക്കുന്ന സമയത്താണ് ഇവിടെ ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ ഈ കലാപകാരികൾക്ക് തോന്നി ഞങ്ങൾക്കൊരു രാജാവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചും കൂടി അതാണ് നല്ലത്, അതാണ് കുറച്ചും കൂടി അഭികാമ്യം, അതിനാണ് ഒരു നിയമസാധുതയുള്ളത്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിക്കാൻ നമുക്കൊരു നേതാവിനെ വേണം. അതിനവര് കണ്ടെത്തിയ ആദ്യത്തെ ആളാണ് ആര്? മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡ് അഥവാ ബഹദൂർ ഷാ സഫർ എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടൊരാളാണ് ബഹദൂർ ഷാ സെക്കൻഡ് അഥവാ ബഹദൂർ ഷാ സഫർ. ഇദ്ദേഹം ആരായിരുന്നു? ഇദ്ദേഹം അവസാനത്തെ എന്നാണെങ്കിൽ നമ്മുടെ മുഗൾ രാജവംശം മധ്യകാല ഇന്ത്യ പഠിക്കുകയാണെങ്കിൽ മുഗൾ രാജവംശത്തിലെ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ്? മുഗൾ രാജവംശത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ആര്? ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ സെക്കൻഡ്. ഇദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് പോയിട്ട് കാണുകയാണ്. അപ്പൊ 1857 മെയ് 11-ന് ഇവര് ഡൽഹിയിൽ ചെല്ലുകയാണ്. ഈ കലാപകാരികൾ എല്ലാവരും കൂടിയിട്ട് ഡൽഹിയിലെത്തും, ഡൽഹി പിടിച്ചടക്കും. അതോടുകൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹി മൊത്തം ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് ഇവര് പിടിച്ചടക്കുന്നുണ്ട്. പിടിച്ചടക്കിയിട്ട് ബഹദൂർ ഷാ സെക്കൻഡിനോട് പറയണം നിങ്ങൾ ഞങ്ങളുടെ ചക്രവർത്തിയായിട്ട് അധികാരം ഏൽക്കണം, ഞങ്ങളെ ഇതിന് നേതൃത്വം നിങ്ങൾ നൽകണം എന്ന് പറയും. പക്ഷെ ആ സമയത്ത് ബഹദൂർ ഷാ സെക്കൻഡിന് അത്യാവശ്യം നല്ല പ്രായമുള്ള വ്യക്തിയാണ്.
അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്, ബഹദൂർ ഷാ സക്കൻ. അപ്പൊ അദ്ദേഹം പറയാം, എന്നെ കൊണ്ടൊന്നും ബ്രിട്ടീഷുകാരൊന്നും താങ്ങില്ല മോനെ. അവര് നമ്മൾ വിചാരിക്കണ ചില്ലറ പുള്ളികളല്ല എന്നൊക്കെ ഇദ്ദേഹം കുറെ പറയുന്നുണ്ട്. പക്ഷെ എന്ത്, കലാപകാരികൾ സമ്മതിക്കൂ? അവർക്ക് പറ്റില്ല. അവർക്കൊരു പേരിനൊരു എന്താ പറയാ, ഒരു രാജാവ് ഉണ്ടായാൽ, ഒരു നേതൃത്വ സ്ഥാനം വഹിച്ചാൽ, അപ്പൊ ഇവരുടെ സമ്മർദ്ദം കാരണം ഇദ്ദേഹം ഈ ഒരു പദവി ഏറ്റെടുക്കും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളിവിടെ തട്ടും എന്നുള്ള നിലയ്ക്ക് ഒരു ഭീഷണിയുടെ സ്വരൊക്കെ വന്നിട്ടാണ്, അദ്ദേഹത്തിന് ഭയങ്കര സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അദ്ദേഹത്തിനെ പിടിച്ചിട്ട് ഇതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതോടുകൂടി മെയ് 12-ന് ഈ ആര്, ഈ കലാപകാരികൾ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഡൽഹി എന്ന് പറഞ്ഞ പ്രദേശം ബഹദൂർ ഷാ സെക്കൻഡിന്റെ നേതൃത്വത്തില് പിടിച്ചെടുക്കുകയാണ്. അപ്പൊ ഡൽഹി പിടിച്ചെടുത്ത് ഇങ്ങനെ ഉത്തർപ്രദേശിലെ മീററ്റ് തുടങ്ങി ഡൽഹി പിടിച്ചെടുക്കണ്. അപ്പുറത്ത് ഇപ്പുറത്തേക്ക് കുറെ സ്ഥലങ്ങളൊക്കെ അതിന്റെ പോരണ വഴിയിലുള്ള സ്ഥലങ്ങൾ മൊത്തം ഇവര് പിടിച്ചെടുത്തോണ്ടിരിക്കണ്. ബ്രിട്ടീഷുകാർ നോക്കിയിരിക്കൂ. അപ്പൊ അവരും നൈസായിട്ട് തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് യുദ്ധം, യുദ്ധമല്ല, പിടിച്ചെടുക്കൽ തിരിച്ചെടുക്കൽ, പിടിച്ചെടുക്കൽ തിരിച്ചെടുക്കൽ എന്നുള്ള പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ മെയ് 12-ന് ഇവര് എന്താ ഡൽഹി പിടിച്ചെടുക്കാണ്. ഈ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം ഈ ഡൽഹിക്ക് അപ്പൊ ബ്രിട്ടീഷുകാർ വരും. ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡൽഹി തിരിച്ചു പിടിക്കും. കാരണം അവരുടെ കയ്യിൽ, ഈ കലാപകാരികളുടെ കയ്യിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ കൂടുതലുണ്ട്. ഈ ആയുധ സമ്പന്നശാലയൊക്കെ ഒരു എന്താ പറയാ, കലാപകാരികൾ കുറെ കൊള്ളടിക്കുന്നുണ്ട്. കാരണം സൈനികർക്ക് അറിയാലോ ഇത് എവിടെ ഇരിക്കണേന്നുള്ളത്. അപ്പൊ അവര് അറ്റാക്ക് ചെയ്തിട്ട് കുറെ കൊള്ളടിക്കുന്നുണ്ടെങ്കിലും മൊത്തം കൊള്ളടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ അത്രയധികം നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കാലത്താണ് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. കംപ്ലീറ്റ് ട്രെയിനിങ് അവർ ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടൊന്നും. അപ്പൊ അവര് വീണ്ടും ഡൽഹി തിരിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പിടിക്കുമ്പോ ഇവിടെ എന്നിട്ട് അവിടെ നിന്നാണ് സാധാരണക്കാർ, ഈ കലാപകാരികളെ മാത്രമല്ല അവര് കൊല്ലുന്നത്, അവിടെ നിന്നാണ് സാധാരണക്കാരായിട്ടുള്ള കുറെ അധികം ജനങ്ങളെ അവര് എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. അങ്ങനെ ഡൽഹി തിരിച്ച് ആര് പിടിച്ചെടുക്കുന്നുണ്ട്, നമ്മുടെ ബ്രിട്ടീഷുകാര് തിരിച്ചു പിടിക്കുന്നുണ്ട്. അതായത് ഒരുവിധ എല്ലാ സ്ഥലങ്ങളും, കലാപം തുടങ്ങിയ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും തിരിച്ച് ആര് തന്നെ തിരിച്ചു പിടിക്കുന്നുണ്ട്, നമ്മുടെ ബ്രിട്ടീഷുകാര് തിരിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഈ ഒരു കലാപം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ തന്നെയാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെ തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് അത് വ്യാപിക്കുന്നത്. പക്ഷെ നമ്മുടെ പഞ്ചാബ്, ബോംബെ, മദ്രാസ് ഇതൊക്കെ ഓരോ പ്രവിശ്യകളാണ്. ബ്രിട്ടീഷുകാര് പ്രവിശ്യകളാക്കി മാറ്റിയപ്പോ പഞ്ചാബ് പ്രവിശ്യ, ബോംബെ പ്രവിശ്യ, മദ്രാസ് പ്രവിശ്യ പോലെയുള്ള, അതായത് മദ്രാസ് പ്രവിശ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടകത്തിന്റെ കുറച്ച് ഭാഗങ്ങള്, ആന്ധ്രയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് മദ്രാസ് പ്രവിശ്യ എന്ന് പറയുന്നത്. ബോംബെ പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്തിന്റെ കുറച്ച് ഭാഗം, പിന്നെ ആ ഒരു സൈഡ് മധ്യപ്രദേശിന്റെ കുറച്ച് ഭാഗം, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ ചേർന്നതാണ് ബോംബെ പ്രവിശ്യ എന്ന് പറയുന്നത്. പഞ്ചാബ് പ്രവിശ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പഞ്ചാബ്, പിന്നെ ആ ഭാഗത്ത് കിടക്കുന്ന ഹരിയാന, പിന്നെ സിന്ധ്, അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ കിടക്കുന്ന സിന്ധ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള പഞ്ചാബ് എന്ന് പറഞ്ഞ പ്രവിശ്യ. ഈ 3 പ്രവിശ്യകളിലേക്കും എന്തെത്തിയിട്ടില്ല, ഈ ഒരു കലാപം എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പൊട്ടി പുറപ്പെടല്ല. ഇതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ ക്രമേണ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഈ ഒരു ന്യൂസ് അറിയുമ്പോഴാണ് അവിടെ കലാപം പൊട്ടുക. അത് കഴിഞ്ഞ് തീർന്ന് വീണ്ടും അപ്പുറത്തെ സ്ഥലത്ത് എത്തുമ്പോഴാണ് അവിടെ കലാപം പൊട്ടുക. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എല്ലാവർക്കും കൂടി ഒരുമിച്ചല്ല യുദ്ധം ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ കലാപം ഉണ്ടായിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ വിവരം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് എന്ത് കിട്ടി, സമയം കിട്ടുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ അവർക്ക് കൈമലർത്തേണ്ടി വന്നെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാർ അത്യാവശ്യം അധികം എണ്ണുണ്ട്, ജനങ്ങളല്ലേ പുറത്തേക്ക് ഇറങ്ങണേ. അപ്പൊ അവർക്ക് കയ്യിൽ ഒരു കല്ലുണ്ടെങ്കിലും 10 ബ്രിട്ടീഷുകാരെ അവർക്ക് സുഖമായിട്ട് കൊല്ലാൻ പറ്റും. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു, ഇവർക്ക് എന്തുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഇവന്മാരെ ഒതുക്കിയിട്ട് ഇവർക്ക് അങ്ങോട്ട് പോയിട്ട് അവരെ ഒതുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവർക്കും കുറെ സമയം കിട്ടിയ കാരണം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം ടൈം കിട്ടിയ കാരണം ബ്രിട്ടീഷുകാർ ഇതൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം വിജയിക്കാണ്ട് പോയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് വിവരമൊക്കെ ഇറങ്ങി ഫോണില്ല അന്നത്തെ കാലത്ത്. കത്ത് എഴുതാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കത്ത് ഏതൊക്കെ വഴിക്ക് അങ്ങോട്ട് എത്താന്നുള്ളതൊന്നും പോസ്റ്റ് ഓഫീസ് നിയമമൊക്കെ പാസ്സാക്കിയിട്ടുള്ള കാരണം ചിലപ്പോ ബ്രിട്ടീഷുകാർ കത്തൊക്കെ പൊട്ടിച്ച് വായിച്ചിട്ടായിരിക്കും അങ്ങോട്ട് അയക്കുക. അപ്പൊ അതിനൊന്നും പറ്റില്ല. അപ്പൊ അവരെന്താന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തി വരുത്തിയിട്ട് അതിന്റെ ഉള്ളില് പ്രാദേശിക ഭാഷയില് ഈ ചപ്പാത്തിയുടെ ഉള്ളിൽ എഴുതിയിട്ട് ചുടും. ചുടുമ്പോ ഈ ഭാഷ പുറത്തേക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് കാണുമല്ലോ.
ആ ഒരു ലാംഗ്വേജ് എന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവരെത്തിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചപ്പാത്തി വെച്ചിട്ടാണ് ഇവര് എന്താ പറയാ സന്ദേശങ്ങളൊക്കെ കൈമാറുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപ്ലവത്തിന് ചപ്പാത്തി വിപ്ലവം കൂടി ഒന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇവരുടെ മേജർ ആയിട്ടുള്ള അടുത്ത ഒരു എന്താ പറയാ മുദ്ര, രഹസ്യ മുദ്രയായിരുന്നു ചുവന്ന താമര. അപ്പൊ ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു എന്ത് ഇവരുടെ പ്രധാനപ്പെട്ട രഹസ്യ മുദ്രകൾ എന്ന് പറയുന്നത്. ഇതുവഴിയാണ് അവര് സന്ദേശങ്ങള് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവരിങ്ങനെ ഇതാക്കി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് എത്തി കലാപം പൊട്ടി പുറപ്പെടുമ്പോ ഇവരെങ്ങനെയാണ് ഈ ഒരു കലാപം തുടങ്ങാൻ നിൽക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെടിമുഴക്കവും ബ്യൂഗിളിന്റെ സൗണ്ടും വെച്ചിട്ടാണ് ഇവര് കലാപം പൊട്ടി പുറപ്പെടുകയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അറിയിക്കുന്നുണ്ടാവുന്നത്. എല്ലാ ആളുകളെയും അറിയിച്ചിരുന്നത് ഒരു വെടിമുഴക്കവും ബ്യൂഗിളുടെ സൗണ്ടും വെച്ചിട്ടാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഇവരുടെ അടുത്ത് ഇങ്ങനെ എല്ലാവർക്കും എന്തായാലും ഒരു മുദ്രാവാക്യം ഉണ്ടാവുമല്ലോ അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങുമ്പോൾ ഒരു മുദ്രാവാക്യം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് കലാപകാരികൾ ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യമാണ് സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത് ഒന്നുകൂടി പറയണോ? അപ്പൊ നമ്മളിന്ന് പറഞ്ഞിട്ട് 1857 കലാപം അത്യാവശ്യം പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിലും കൂടി പറയേണ്ടി വരും. അപ്പോ ഇത്രയാണ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. എന്തെങ്കിലും സാമ്പത്തിക കാരണങ്ങൾ, എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് പൊട്ടി പുറപ്പെട്ടത്, എവിടെ നിന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് പറഞ്ഞു. ഇനി ഇതിൽ നമ്മൾ പറയാൻ അടുത്തത് പോകുന്നത് ഓരോ സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞു ഈ രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം കുറെ കഷ്ണങ്ങളായിട്ട് പൊട്ടി പുറപ്പെട്ട് പല സ്ഥലങ്ങളായിട്ട് അല്ലെങ്കിൽ പല ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോ ഇവിടെ ഓരോ സ്ഥലത്തും കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഓരോ ആളുകളാണ്. ഓരോ സ്ഥലത്തും കലാപത്തിന് ഓരോ വ്യക്തികളാണ് നേതൃത്വം നൽകിയിരുന്നത്. എല്ലാവർക്കും കൂടി ഒറ്റ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളൊന്നും ഉണ്ടാവില്ല. ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നെങ്കിൽ കാൺപൂർ ഉണ്ടായിരുന്ന ഒരാള്, ഡൽഹിയിൽ ഉണ്ടായിരുന്നു, ഝാൻസിയിൽ ഉണ്ടായിരുന്നു, ഫൈസാബാദ് ഉണ്ടായിരുന്നു, മീററ്റ് ഉണ്ടായിരുന്നു, അലഹബാദ് ഉണ്ടായിരുന്നു, മധുര ഉണ്ടായിരുന്നു, ഗ്വാളിയർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ അധികം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ SCERT ടെക്സ്റ്റിൽ കുറച്ച് സ്ഥലങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും NCERT ടെക്സ്റ്റിൽ അത്യാവശ്യം കുറെ അധികം സ്ഥലങ്ങളും അതിന് നേതൃത്വം നൽകിയ വ്യക്തികളും കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കണ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1957 ഇന്ന സ്ഥലത്ത് കലാപം നടത്തിയത് ഇന്ന ആളാണോ, അത് ശരിയായ പ്രസ്താവന ഏത്, ഇതിൽ ഏതൊക്കെ ജോലികളാണ് ശരിയായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അങ്ങനെയാവുമ്പോ കാൺപൂര് ആദ്യം നമ്മൾ പറയുന്നത് കാൺപൂർ എന്ന് പറഞ്ഞ നാട്ടുരാജ്യത്താണ്. കാൺപൂർ എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന നാനാ സാഹിബ്. നാനാ സാഹിബാണ് കാൺപൂര് ഇതിന് നേതൃത്വം നൽകിയതാണ്. ഇവരൊക്കെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഓരോ സ്ഥലത്തെ, അതായത് കുറച്ചധികം സ്ഥലങ്ങൾ ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ പറയാം. ബാക്കി നോട്ട്സിൽ ഉണ്ടായിരിക്കും, നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിച്ചത് ഒന്ന് കാൺപൂരിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരായിരുന്നു എന്നുള്ളത് എത്രയോ തവണ മിക്കവാറും 10th പ്രിലിംസ് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൺപൂരിന് 1957 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര് എന്ന് പറഞ്ഞിട്ട് അതിൽ ഓപ്ഷൻസിൽ താന്തിയ തോപ്പി ഉണ്ടായിരിക്കും, നാനാ സാഹിബ് ഉണ്ടായിരിക്കും, റാണി ലക്ഷ്മിബായി ഉണ്ടായിരിക്കും, മൗലവി അഹമ്മദുള്ളി ഉണ്ടായിരിക്കും, കൻവർ സിംഗ്, അങ്ങനെ കുറെ ആളുകളുടെ പേര് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓർത്ത് വെക്കുക, കാൺപൂര് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു യുദ്ധത്തിന് ഇറങ്ങിയത്? അദ്ദേഹത്തിന് കിട്ടാൻ പെൻഷൻ എന്താ പറയാ കൊടുക്കാൻ സമ്മതിച്ചില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. പെൻഷൻ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ അതും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതുകൊണ്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി അപ്പൊ ആളവിടെ. ഇനി ഡൽഹിയിൽ ആരായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അന്ന് ബഹദൂർ ഷാ സെക്കൻഡും അദ്ദേഹത്തിന്റെ സൈനിക സേനാധിപതിയായിട്ടുള്ള ബക്ത് ഖാനും, ജനറൽ ബക്ത് ഖാനും ചേർന്നിട്ടാണ് ഡൽഹിയിലെ യുദ്ധത്തിന് നേതൃത്വം നൽകിയത്. കാരണം ബഹദൂർ ഷാ സെക്കൻഡ് വളരെയധികം വയസ്സനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സൈനിക തലവനെയാണ് അത് ഏൽപ്പിച്ചിരുന്നത്. അതാണ് ആര്? ജനറൽ ബക്ത് ഖാൻ എന്ന് പറയുന്നത്.
ഇനി ഝാൻസിയിലെ നേതൃത്വം നൽകിയിട്ടുള്ള ആൾ ആരായിരിക്കും? ഝാൻസിയിലെ റാണിയായിരുന്ന റാണി ലക്ഷ്മിബായി അഥവാ മണികർണിക അല്ലെങ്കിൽ ശബേരി എന്നൊക്കെ അറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത സ്ഥലമാണ് മീററ്റ്. നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് എവിടെയാണ്? മീററ്റിലാണ് ആദ്യം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും ഒരു നാട്ടുരാജ്യത്തെ രാജാവായിരുന്നു ഒരു ഖദ്ദം സിംഗ്. ഖദ്ദം സിംഗ് ഇദ്ദേഹമാണ് എവിടെ? മീററ്റിൽ ആദ്യമായിട്ട് ഇത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ 57 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് ഇത് മീററ്റ്. ഈ മീററ്റിലെ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഖദ്ദം സിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബറൗട്ട് പർഗാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചൗരാസി സ്റ്റേറ്റ് എന്ന് പറയും. അതായത് 40 ഗ്രാമങ്ങളില് ജാട്ട് എന്ന് പറഞ്ഞൊരു കുലാണ്. ആ കുലത്തിലുള്ള ആളുകൾ കൃഷിയാണ് ചെയ്യുന്നുണ്ടാവുന്നത്. ആ ഒരു കൃഷി ചെയ്തിരുന്ന ഈ ജാട്ട് കുലത്തിലുണ്ടാകുന്ന ആളുകൾ 40 ഗ്രാമങ്ങളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിന്നിച്ചിതറിയിട്ടാ കിടക്കുന്നതാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് എന്താണ് ഒരു തലവൻ വരികയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കർഷകർക്ക് ശരിക്കും പൊറുതിമുട്ടിയ ആൾക്കാർ ആരാണ്? കർഷകരാണ്. നികുതി അടച്ച അവര് സ്വൈര്യം കെട്ടിട്ടാണ് അവര് കലാപത്തിന് ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർ കലാപത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ബറൗട്ട് പർഗാന എന്ന് പറയുന്നത്. അതും ആരാണ്? ജാട്ട് കുലത്തിലുള്ള കർഷകരാണ് കലാപത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ നേതാവായിരുന്നു ആര്? ഷാമൽ എന്ന് പറയുന്നത്. ഷാമൽ. അതുകൊണ്ട് തന്നെ ബറൗട്ട് പർഗാന പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഷാമൽ എന്ന് പറയുന്നത്. ബറൗട്ട് പർഗാന. പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ ഇതൊക്കെ നമ്മൾ പറയാം. ലക്നൌവില്, ആഗ്ര, ഔദ്, അയോധ്യ ഇവരെല്ലാവർക്കും കൂടിയിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഔദിലെ രാജാവായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ആളുടെ മകനായിട്ടുള്ള ബിർജിസ് ഖാദറിന് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോ അതിനെതിരായിട്ട് യുദ്ധത്തിന് ഇറങ്ങിയ ധീരവനിതയാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. ഇതും റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഔദിലെ അല്ലെങ്കിൽ അയോധ്യയിലെ അല്ലെങ്കിൽ ആഗ്രയിലെ അല്ലെങ്കിൽ ലക്നൌവിലെ നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഗം ഹസ്രത്ത് മഹലാണ്. അതുപോലെ ബറേലി എന്ന് പറഞ്ഞുള്ള സ്ഥലം ഉണ്ടായിരുന്നു. റോഹിൽഖണ്ഡ്, ബറേലി എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബറേലിയിലെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഖാൻ ബഹദൂർ ഖാൻ എന്ന് പറയുന്നത്. ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിലെ ആരാ? ഖാൻ ബഹദൂർ ഖാൻ. ഇനി അടുത്തത് പറയുന്നത് അസം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ അസം സ്റ്റേറ്റ്, ആ ഒരു അസം സ്റ്റേറ്റ് കംപ്ലീറ്റ് അല്ല, ആ ഒരു ഭാഗം നമ്മൾ ഈ അസം സ്റ്റേറ്റ് അസം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇപ്പോഴത്തെ അസം എന്ന് വിചാരിക്കരുത്. അന്നത്തെ അസം വേറെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ കൂടെ വേറെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും ഈ അസം എന്ന് പറയുന്നത്. ഈ അസമില് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മണിറാം ദത്ത. ഒരു തവണ ഒരു +2 ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ SCERT ഇല്ലാത്തതാണ്, പക്ഷെ NCERT കിടക്കുന്നുണ്ട്. അസമിലെ നേതൃത്വം നൽകിയത് മണിറാം ദത്തയാണ്. അസമിന്റെ നേതൃത്വം നൽകിയത് മണിറാം ദത്തയാണ്. അതുപോലെ അടുത്തതാണ് ഫൈസാബാദിലെ നേതൃത്വം നൽകിയതാണ് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദില് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഫൈസാബാദിൽ ആരാ നേതൃത്വം നൽകിയത്? മൗലവി അഹമ്മദുള്ള. ഇനി കുറെ സ്ഥലങ്ങളുണ്ട്. അലഹബാദിലുണ്ട്, ലിയാഖത്ത് അലിയാണ് അലഹബാദില്. മധുരയില് ദേവി സിംഗ് ഉണ്ടായിരുന്നു. ഗ്വാളിയോറില് ലക്ഷ്മിബായും താന്തിയ തോപ്പിയും ചേർന്നിട്ടാണ് ഗ്വാളിയോറിൽ യുദ്ധം ചെയ്തത്. ഝാൻസിയില് റാണി ലക്ഷ്മിബായി ഒറ്റയ്ക്കാണെങ്കിൽ ഗ്വാളിയോറിൽ താന്തിയ തോപ്പിയും റാണി ലക്ഷ്മിബായും ചേർന്നിട്ടാണ് യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹരിയാനയില് റാവു തുലറാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹരിയാനയിൽ യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. റാവു തുലറാം ആണ് ഹരിയാനയില് യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഹാർ അല്ലെങ്കിൽ ബീഹാറിലെ ആര എന്ന പ്രദേശത്ത്, ബീഹാർ അല്ലെങ്കിൽ ആര എന്നൊക്കെ ചോദിച്ചിട്ട് തരും. അല്ലെങ്കിൽ ജഗദീഷ്പൂർ, ഇത് മൂന്നും ചോദിക്കാം. അല്ലെങ്കിൽ ബീഹാർ ഒറ്റയ്ക്ക് ചോദിക്കാറുണ്ട്, ആര എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ചോദിക്കാറുണ്ട്. ജഗദീഷ്പൂർ, ഇവരെയും 3 സ്ഥലങ്ങളിലും ചേർന്നിട്ട് എന്താ പറയാ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കൻവർ സിംഗ് എന്ന് പറയുന്നത്. കൻവർ സിംഗ് ആണ് കലാപത്തിന് ബീഹാറിൽ നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ബീഹാറിലെ ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കൻവർ സിംഗ് ആണ്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും അദ്ദേഹത്തിന്റെ സൈനിക തലവനായിട്ടുള്ള ജനറൽ ഭക്ത് ഖാനും ചേർന്നിട്ടാണ്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. മീററ്റില് ഖദ്ദം സിംഗ് ആണ്. അലഹബാദില് ലിയാഖത്ത് അലി ആണ്.
ഗ്വാളിയോറിൽ ആരാണ്? റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും ചേർന്നിട്ടാണ്. പിന്നെ ഹരിയാനയിൽ ആരായിരുന്നു? റാവു തുലറാം ആണ് ഹരിയാനയില്. അസമില് ആരാണ്? മണിറാം ദത്തയാണ് ഇവിടെ അസമില് നേതൃത്വം നൽകിയത്. ബറൌട്ട് പർഗാനയിൽ ആരാണ്? ഷാ മൽ ആണ് ബറൌട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയിട്ടുള്ളത്. ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി ബറേലി, റോഹിൽഖണ്ഡ് തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ് ബറേലിയിൽ നേതൃത്വം നൽകിയത്. പിന്നെ ഇത്രയും മതി. ഇത്രയധികം ഇത്രയും സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയുള്ള വ്യക്തികൾ റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്തായാലും പഠിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ഒരു സാധ്യത ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും എന്ന് പറഞ്ഞത് ക്ലിയർ ആണോ? ഇത്രയും എടുത്തത് ക്ലിയർ ആണോ? ഇനി ഇതില് ഒരു മിനിറ്റ്.